സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇന്ന് എന്നോട് കർത്താവ് സംസാരിച്ച ഹല്ലേലൂയ സ്തോത്രം. ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോടും അടിയനോടും ഈ വചനം സംസാരിക്കും. അതോടൊപ്പം എന്നെ കർത്താവ് ഏൽപ്പിച്ച വചനം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ദൈവനാമത്തില് ഹബക്കൂക്കിന്റെ പ്രവചനം അതിന്റെ 2-ാം അധ്യായം 3-ാം വാക്യം ഞാൻ വായിക്കാം. ഹബക്കൂക്ക് 2:3. ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്ക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ആമേൻ. സ്തോത്രം. നമുക്ക് സുപരിചിതമായ ഒരു വാക്യമാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യങ്ങൾ നമ്മളോട് കർത്താവ് ഇടപെട്ടിട്ടുള്ള ഒരു പ്രവചന ശബ്ദം തന്നെയാണ് അതല്ലേ. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നോട് കർത്താവ് അതിനകത്തുനിന്ന് സംസാരിച്ച ചില പോയിന്റുകൾ മാത്രം ദൈവം സന്നിധിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു എന്നല്ലേ. അവിടെ പ്രവാചകൻ 1-ാം അധ്യായത്തിൽ പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്ന കുറെ ചോദ്യത്തിന് അത് 2-ാം അധ്യായത്തിൽ കർത്താവ് മറുപടി യഹോവ മറുപടി പറയുകയാണ്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. സ്തോത്രം. നമ്മൾ കേട്ട എല്ലാ വാഗ്ദത്തങ്ങൾക്കും ഒരു സമയമുണ്ടല്ലേ. നമ്മൾ കേട്ട ചില വാഗ്ദത്തങ്ങൾ ദീർഘമായി സമയം കഴിഞ്ഞ് മറുപടി കിട്ടാറുണ്ട്. ഒരുപക്ഷെ ചിലത് വാഗ്ദത്തം കേട്ടിട്ട് പെട്ടെന്ന് മറുപടി കിട്ടാറുണ്ട് അല്ലെ. പല സമയങ്ങളാ. പക്ഷെ അതിനകത്ത് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്. അതാ ഈ അവധി എന്ന് പറയുന്നത്. ആ അവധി സമയത്ത് നമ്മൾക്ക് അതിന്റെ മറുപടി കിട്ടും. ഈ അവധി സമയം എന്ന് പറയുമ്പോൾ തന്നെ അതിന് പിറകിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. അത് എന്താണ്? ആദ്യം അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക അല്ലെ. ആ പറഞ്ഞിരിക്കുന്ന ദർശനം, പറഞ്ഞിരിക്കുന്ന പ്രവചനം, ഹല്ലേലൂയ സ്തോത്രം, അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു സമാപ്തിയിലേക്ക്. അടുത്തതായിട്ട് പറയുന്നത് അതിനു വേണ്ടി എന്താ? അത് തെറ്റത്തില്ല. അത് ഉറപ്പോടെ പറയുകയാണ്, ആ സമയം കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സമയം തെറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഇതിനകത്തൂടെ നമ്മളോട് സംസാരിക്കുന്നത് അല്ലെ ഒരു ദൃഢമായ ഒരു വിശ്വാസം നമ്മളിൽ ഉറപ്പിക്കാൻ വേണ്ടിയാ അല്ലെ. നമ്മൾ കേട്ട പ്രവചന ശബ്ദത്തിനകത്ത്, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ കണ്ട ദർശനത്തിനകത്ത് ദൈവം നമ്മളോട് സംസാരിച്ച ആ ശബ്ദത്തിനകത്ത് നമ്മൾ ഒരുപക്ഷെ ഒരുപാട് കാലം അതിനുവേണ്ടി കാത്തിരുന്ന് കാണാം. പക്ഷെ കർത്താവ് ഇന്ന് രാത്രികാലം സംസാരിക്കുന്നത്, അതിന് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചൊരു ടൈമുണ്ട്, അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം എന്ന് കർത്താവ് പറയുക. ഹല്ലേലൂയ സ്തോത്രം. അത് ഉറപ്പോടെ പറയുന്നുണ്ട്. പക്ഷെ അതിനായിട്ട് നമുക്കൊരു കാത്തിരിപ്പുണ്ടല്ലേ. ആ സമയം, ആ കാത്തിരിപ്പിനകത്ത് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, എന്തൊക്കെ നമ്മളൊരു പ്രിപ്പറേഷൻ വേണം. ആ കാത്തിരിപ്പിന്റെ സമയത്ത് അല്ലെങ്കിൽ കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ അല്ലെ സ്വന്തം അഭിപ്രായത്തിനനുസരിച്ച് ചിലപ്പോൾ ആ കാത്തിരിപ്പ് നീണ്ടുപോകുമ്പോൾ ദൈവം എനിക്ക് ഇനി വേണ്ടി പ്രവർത്തിക്കുന്നില്ലേ, ദൈവം എന്നോട് സംസാരിച്ചതല്ലേ, അത് ദൈവം എന്നെ കാണുന്നില്ലേ, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് മുമ്പിൽ വരാം അല്ലെ. പക്ഷേ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എത്ര ടൈമാണോ സെറ്റ് ചെയ്ത് കർത്താവ് വെച്ചിരിക്കുന്നത് ആ അത്രയും ടൈമും കാത്തിരിക്കാൻ ഒരു മനസ്സ്. സ്തോത്രം. അതിനകത്ത് അവിടെ പറയുകയാണ് സമയം തെറ്റത്തില്ല. അടുത്തത് പറയുന്നത് കാത്തിരിക്കാം എന്നൊരു വാണ് അല്ലെ. നമ്മളോട് കർത്താവ് ഇന്ന് രാത്രികാലം സംസാരിക്കുന്ന ഒരു വചനം കാത്തിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തത്തിനായും ദർശനത്തിനായും നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രവചന ശബ്ദത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി കാത്തിരിക്കണം. സ്തോത്രം. ആ കാത്തിരിപ്പിനകത്ത് പലത് നമ്മളെ തേടി വരും അല്ലെ. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള, ഭയങ്കര നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാലാവധിയാ അല്ലെ. അതിനകത്തൂടെ പല ടെസ്റ്റിനകത്തൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. നമ്മൾ പല രീതിയിലും പല പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകേണ്ട ഒരു സമയമാണ് ഒരു കാത്തിരിപ്പ് അല്ലെ. ഏറ്റവും മനുഷ്യനെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് കാത്തിരിക്കുക എന്ന് പറയുന്നത് അല്ലേ. നമ്മൾക്കൊരു ബസ് കാത്ത് നമ്മളൊരു ബസ് സ്റ്റേഷനിൽ നിൽക്കുകയാണെങ്കിൽ അതൊരു പക്ഷെ നമ്മൾ അതിന്റെ സമയത്തിന് മുന്നേ അവിടെ വന്ന് നിന്ന് കാണാം. പക്ഷെ ബസ് അതിന്റെ ടൈമിലേ വരൂ. എന്നാലും നമ്മൾ മുൻപേ വന്നു. എന്നാലും ആ കാത്തിരിക്കാൻ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ക്ഷമ കെടും. ഇതുവരെ വന്നില്ലല്ലോ നമ്മൾ സമയം നോക്കും. പല രീതിയിലും നമുക്ക് അവിടെ എന്താ പ്രശ്നമാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മൾ അതിന് മുമ്പേ അവിടെ വന്നിരിക്കുക. പക്ഷെ സമയം, ബസ്സിനൊരു ടൈമുണ്ട്, ആ ടൈമിലേ വരും അല്ലെ. പക്ഷെ നമ്മൾ മുമ്പേ വന്നിരുന്നിട്ട് നമ്മൾ വെപ്രാളപ്പെട്ടിട്ട് അവിടെ ഒരു കാര്യമില്ല, അത് അതിന്റെ സമയത്തെ വരും. ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് മനുഷ്യനെ കൊണ്ട് അല്ലെ ഒരുപാട് പരിധികളുള്ള ഒരു കാര്യമാണ്. പറ്റാത്ത ഒരു നിലയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സമയമാണ് ഈ കാത്തിരിപ്പ് എന്നൊരു ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ ദൈവജനത്തിനു വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടൈം. ആ ടൈം പൂർത്തീകരിക്കാതിരിക്കാൻ ഹല്ലേലൂയ ശത്രു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊണ്ടുവരും. പക്ഷെ അതിനകത്ത് ജയിച്ചു കയറുക എന്നുള്ളതാണ് ദൈവമക്കളായ നമ്മുടെ കടമ. സ്തോത്രം. ഹല്ലേലൂയ.
ദേവദാസൻ എന്ന് പറഞ്ഞ അബ്രഹാം തന്നെയാണ് അതിന് വലിയൊരു മാതൃക അല്ലെ. ഹല്ലേലൂയ സ്തോത്രം. എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് അബ്രഹാം. കർത്താവ് എന്നോട് സംസാരിച്ചതും ആ വ്യക്തിയെ കുറിച്ച് തന്നെയാണ്. ഹല്ലേലൂയ. ഒരു വാഗ്ദത്തം കേട്ടിട്ട് ഒരു 25 ഇയേഴ്സ് ഒക്കെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റാത്തൊരു കാര്യമല്ലേ. ഒരു മാസം നമ്മളെ കൊണ്ട് കാത്തിരിക്കാൻ പറഞ്ഞാൽ അയ്യോ വന്നില്ലല്ലോ, ദൈവം എന്നോട് പറഞ്ഞതാണല്ലോ, സംസാരിച്ചതാണല്ലോ, എന്താ വൈകുന്നത് അല്ലെ. പക്ഷെ നമ്മൾ അപ്പോഴും ഓർക്കുന്നില്ല ദൈവം സെറ്റ് ചെയ്ത് വെച്ചൊരു ടൈം. ആ ടൈമിനകത്ത് നമുക്കെന്താ ഒന്ന് ക്രമീകരിക്കാനുള്ള ടൈം. നമ്മൾക്ക് അവിടെ ആ ഡ്യൂറേഷനിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ വരും നമ്മുടെ മധ്യത്തിൽ അല്ലെ. ഹല്ലേലൂയ സ്തോത്രം. അത് വരും, നിശ്ചയമായിട്ടും വരുമെന്നും പറയുന്നുണ്ട്, കാത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്, അതിനൊരു അവധി വെച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അല്ലെ. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ അവരോട് വാഗ്ദത്തം പറഞ്ഞിട്ട് അനേക വർഷങ്ങൾ അവർ കാത്തിരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ സ്തോത്രം. അനേക പരീക്ഷണങ്ങൾ അതിന്റെ മധ്യത്തിൽ കടന്നു വരികയും ചെയ്തു. പക്ഷേ അവിടെ അബ്രഹാമിന് ഹല്ലേലൂയ ജയം നേടുവാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ആ പരീക്ഷണങ്ങൾ ഒന്നിലും പതറിപ്പോകാൻ ഹല്ലേലൂയ കർത്താവ് അനുവദിച്ചില്ല. എവിടെയെങ്കിലും ഒരു അല്പം അല്ലെ, അവിടെയെങ്കിലും പതറിപ്പോകുന്നു എന്ന് തോന്നുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഹല്ലേലൂയ ദൈവം ഇറങ്ങി വരും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ വരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയും ദൈവം പറഞ്ഞ ഹല്ലേലൂയ ദർശനത്തിനും ദൈവം കാണിച്ചു തന്ന ദർശനത്തിനും പ്രവചനത്തിനും ഹല്ലേലൂയ മധ്യത്തിൽ നമ്മൾ വിശ്വാസത്തോടെ വചനത്തിനകത്ത് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഉറപ്പോടെ ആണെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിന് ചോർച്ച വന്നിട്ടില്ല എങ്കിൽ, വിശ്വാസം ഉറപ്പുള്ള വിശ്വാസമാണെങ്കിൽ അല്ലെങ്കിൽ എത്ര പരീക്ഷകൾ അതിന്റെ മുന്നിൽ കടന്നു വന്നാലും അത് നമ്മൾ ജയിച്ചു കയറും. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരാണ്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം. ഹല്ലേലൂയ. നമ്മുടെ പ്രയാസങ്ങൾ അധികമായി നമ്മൾക്ക് താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മൾ എങ്ങനെയാ അത് മറികടക്കുന്നതെന്ന് ചിന്തിക്കും. പക്ഷേ ഹല്ലേലൂയ, ഒരു ദൈവ പൈതലാണോ, നീ എവിടെ ഭാരപ്പെടുന്നോ അല്ലെങ്കിൽ ഞാൻ എവിടെ തളർന്നു പോകുന്നു എന്ന് തോന്നുന്നുവോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നിന്റെ അരികിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും, ദൂതന്റെ പ്രസൻസ് ഇറങ്ങും. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ അല്ലെ. പല പ്രാവശ്യം അബ്രഹാമിന്റെ അടുത്ത് വന്നല്ലേ. ഹല്ലേലൂയ സ്തോത്രം. ആദ്യം എലയാസർ എന്നൊരു ദാസനുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടാമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയും വന്നിട്ട് കർത്താവ് പറയില്ല, ഞാൻ നിന്റെ സന്തതി, നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ നിനക്കുള്ള സന്തതി പുറപ്പെടുമെന്ന്. അവിടെ വിശ്വസിച്ചു. കുറച്ച് നാളിങ്ങോട്ട് കഴിഞ്ഞു വന്നപ്പോ എന്താ, ഹല്ലേലൂയ സ്തോത്രം, അതിനകത്ത് ജഡത്തിൽ നിന്നൊരു സന്തതി വരെ, ഇസ്മായേൽ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴും അബ്രഹാം പറയാ, ഓക്കെ അബ്രഹാം അല്ലെ ഇസ്മായേൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടാം അല്ലേ എന്ന്. അവിടെയും ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഇങ്ങനെ ഒരുങ്ങുക അബ്രഹാം. പക്ഷെ അവിടെയും പറഞ്ഞില്ല. ഹല്ലേലൂയ. സാറ ഉദരത്തിൽ നിന്ന് തന്നെ. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ ഉദരം എന്ന് പറഞ്ഞാൽ പോരാ. ഹല്ലേലൂയ. അത് പറഞ്ഞപ്പോ എലയാസറിന്റെ കാര്യം പറഞ്ഞപ്പോ നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞാൽ ഇസ്മായേൽ അബ്രഹാമിന്റെ സന്തതിയല്ലേ. പക്ഷെ രണ്ടാമത് വന്ന് കർത്താവ് ഉറപ്പിച്ച് പറയാ, അല്ല. ഹല്ലേലൂയ സ്തോത്രം. സാറയുടെ ഉദരത്തിൽ നിന്ന് തന്നെ നിനക്കുള്ള സന്തതി പുറപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ ഹല്ലേലൂയ അത് ഉവ്വെന്ന് തന്നെയാ. അതിനെ മാറ്റുവാൻ ഹല്ലേലൂയ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ശത്രു എത്ര പടകെട്ടി വന്നാലും ഹല്ലേലൂയ, ശത്രു എത്ര കച്ചകെട്ടി ഇറങ്ങി നമ്മളെ തോൽപ്പിക്കാൻ വന്നാലും, ഒരു ദൈവ പൈതലാണോ, വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലാണോ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തം കണ്ടിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിനായി ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. അതിനൊരു അവധിയും വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്ത അവധിക്ക്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ കണ്ടോ ആ ഒരു അവധി എന്ന് വെച്ചാൽ അറ്റ് ദ സെറ്റ് ടൈം എന്ന. അതിന് ഇംഗ്ലീഷിൽ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന അറ്റ് ദ സെറ്റ് ടൈം എന്ന. ഹല്ലേലൂയ. കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചൊരു ടൈം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം സെറ്റ് ചെയ്ത് വെച്ച ടൈമിനെ നമുക്ക് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ വെച്ച ടൈമിനെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുമ്പോട്ടും പുറകോട്ടും ഒക്കെ ആക്കാം. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു, വേണമെങ്കിൽ നമുക്കതിനെ തിരുത്താം,
അല്ലെങ്കിൽ നാളെ ഇന്ന് തീരുമാനിച്ച് വേണമെങ്കിൽ നാളെ ആക്കാം, വേണമെങ്കിൽ ഇന്നലെ ചെയ്യാ കാര്യം അല്ലേ. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടൈം ആണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. പക്ഷെ മനുഷ്യരാണ് നമ്മളോടൊരു ഉറപ്പ് പറഞ്ഞെങ്കിൽ അവർ ഏത് നിമിഷവും മാറാം അല്ലേ. അവരുടെ വാക്ക് മാറാം, അവരുടെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പറഞ്ഞൊരു അവധി അവര് എങ്ങനെ വേണമെങ്കിലും മാറ്റും നമ്മുടെ മുമ്പിൽ. പക്ഷേ ദൈവം നമ്മളോട് പറഞ്ഞൊരു വാഗ്ദത്തമാണെങ്കിൽ അതിന് കർത്താവ് സെറ്റ് ചെയ്ത് വെച്ചൊരു ടൈം ഉണ്ടല്ലേ. അല്ലെങ്കിൽ അത് അവിടെ തന്നെ അങ്ങനെ തന്നെ പറയുന്നു അല്ലെ. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരിക്കുന്ന അവധിക്ക് സ്തോത്രം, ദൈവം പറഞ്ഞൊരു അവധി ഉണ്ടായിരുന്നു അല്ലേ. അവിടെ എടുത്തു പറയുന്നു അവധിക്ക് തന്നെ സാറ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ആ അവധി കഴിഞ്ഞപ്പോൾ തന്നെ ദൈവം സെറ്റ് ചെയ്ത ടൈമിൽ തന്നെ പ്രസവിച്ചു അല്ലെ. ഹല്ലേലൂയ. അവൾ പ്രസവിച്ചു ഇസഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിയെ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം പറഞ്ഞ വാഗ്ദത്തം അവിടെ പൂർത്തീകരിക്കുകയല്ലേ. ഈ ദൈവം പറഞ്ഞ വാഗ്ദത്തവും അതിനൊരു അവധി വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മളൊരു കുഞ്ഞുങ്ങളുടെ സ്കൂൾ അടച്ചു അല്ലെ, അവർക്ക് അവിടെ അവധി സമയമാ അല്ലെങ്കിൽ അവധിക്കാലം സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ചില പ്രോജക്റ്റുകൾ കൊടുക്കും അല്ലെ. അവിടെ ഫുൾ സ്റ്റോപ്പ് ആയെന്നല്ല, 5ാം ക്ലാസ് കഴിഞ്ഞ് 6 പോകണം അല്ലെയോ. പക്ഷെ 5ാം ക്ലാസ് കഴിഞ്ഞ് തീർന്നു എന്നല്ല അവധിയുടെ ഒരു ആ അവധി എന്ന് പറയുമ്പോൾ അവധി കഴിഞ്ഞ് അവർക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് പോകണം അല്ലെ. അവരതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക അല്ലെ. അവര് പോകുന്നത് താഴോട്ടല്ല, അവര് മുകളിലോട്ടാ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈ അവധി സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാലഘട്ടം കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവം പറഞ്ഞ വാഗ്ദത്ത ടൈമിൽ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്കൊരു പ്രൊമോഷനാ. ആമേൻ സ്തോത്രം. താഴോട്ടല്ല പോകുന്നത്, അല്ലെങ്കിൽ മുകളിലോട്ടാ ഉയരത്തിലോട്ടാ പോകുന്നത്. ഹല്ലേലൂയ. സ്റ്റെപ്പ് ബാക്ക് അല്ല ചെയ്യുന്നത്, ഹല്ലേലൂയ മുൻപിലോട്ടാ ചെയ്യുന്നത്. സ്റ്റെപ്പ് ഒന്നുകൂടെ മുമ്പോട്ട് എടുത്തു വെക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവ പൈതലെ, കേൾക്കുന്ന ശബ്ദത്തിനകത്ത് ഉറച്ച് വിശ്വസിക്കുക. ഈ അവധിക്കാലം എന്ന് പറയുന്നത് പുറകോട്ട് കൊണ്ടുപോകാനല്ല, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിരിക്കുന്ന ഇപ്പോൾ അല്ലെങ്കിൽ മാനുഷികമായ ചിന്തകൾക്കും അപ്പുറമായിട്ട് നിനക്കൊരു പ്രമോഷനോടുകൂടെ നിന്നെ കർത്താവ് അപ്പുറത്ത് എത്തിക്കാനാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രമോഷൻ വരണമെങ്കിൽ കുറച്ച് കാത്തിരുന്നേ മതിയാകുള്ളൂ. ദൈവം പറഞ്ഞ അവധി കഴിഞ്ഞു പോകുമ്പോൾ ആ അവധി സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ചില ടാസ്കുകളുണ്ട്. ഹല്ലേലൂയ. വിശ്വസ്തയോടെ നിൽക്കുക, പ്രാർത്ഥനയിൽ ഉരുവിടുക. ഹല്ലേലൂയ. വിശ്വാസ ജീവിതം നയിക്കുക, വിശ്വസ്തരായിരിക്കുക. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറാതെ ദൈവത്തോട് ചോദ്യം ചോദിക്കാനല്ല, അല്ലെങ്കിൽ കർത്താവെ നീ പറഞ്ഞ വാഗ്ദത്തം ഉവ്വെന്ന് തന്നെയാ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം വാക്കു മാറത്തില്ല. എന്നോട് പറഞ്ഞ ഈ അവധിക്കാലം ആ ഡ്യൂറേഷൻ അകത്ത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കർത്താവ് എനിക്കൊരു പ്രമോഷൻ തന്നിരിക്കുക. അതിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കും. അല്ലെങ്കിൽ മനുഷ്യർ കണ്ണിൽ കാണുന്ന ചിന്തയിലല്ല നമ്മളെ ദൈവം ഹല്ലേലൂയ അപ്പുറത്ത് കടത്തുന്നത്. രക്തത്താൽ ജയമെടുക്കുന്നു. ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്തം വലുതാ. അതുകൊണ്ടാണ് നിന്റെ കാത്തിരിപ്പിന്റെ വൈകുന്ന ഹല്ലേലൂയ, കാത്തിരിപ്പിന്റെ ഡ്യൂറേഷൻ വൈകുന്നത്. ഹല്ലേലൂയ. ഇത് വൈകും തോറും എന്താണെന്നറിയോ, നമ്മളെ കർത്താവ് പ്രിപ്പയർ ചെയ്യുക. നമ്മൾക്ക് തന്നിരിക്കുന്നുണ്ട്. ഒരു പക്ഷെ അവിടെ കൊണ്ടുവന്ന പിശാചെന്താ, ഈ അവധി സമയം വന്ന് അല്ലെങ്കിൽ എലയാസറിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയല്ലേ. പക്ഷെ പിശാചു പലതും കൊണ്ടുവരും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകാൻ. ഹല്ലേലൂയ സ്തോത്രം. ചില അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ അങ്ങ് കയറി പോകാന്ന് വെച്ചാൽ ശത്രു കൊണ്ടുവരുന്ന മാർഗത്തിനകത്ത് കുഴപ്പമില്ല. അല്ലെങ്കിൽ വാഗ്ദത്തമൊക്കെ പുറകെ വരട്ടെ, ഇപ്പോൾ ഈ വഴി കൂടെ ഒന്ന് നോക്കാം. കർത്താവ് പറഞ്ഞത് ഇന്ന വഴി കൂടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാ, പക്ഷെ അത് പ്രവർത്തിച്ചില്ല. ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 1 മാസമായി, പക്ഷെ എന്നിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെട്ടില്ല. അന്നേരം വിചാരിക്കുക അടുത്തൊരു ഓപ്ഷനുമായിട്ട് അടുത്ത ആള് വരും. അല്ലെങ്കിൽ പിശാച് ആരിൽ കൂടെങ്കിലും കൊണ്ടുവരും ഒരു ഓപ്ഷൻ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ വിചാരിക്കുന്ന എന്താ, കുഴപ്പമില്ല, ഈ ഒരു ഓപ്ഷനകത്ത് നമുക്ക് സ്വീകരിക്കാം. മറ്റേത് നടന്നില്ലല്ലോ, നടക്കുവാണെങ്കിൽ നടക്കട്ടെ, ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ സ്വീകരിക്കാം. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായാൽ ഹല്ലേലൂയ പ്രമോഷൻ കിട്ടത്തില്ല, ഡീഗ്രേഡേ കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. പ്രമോഷനിലൂടെ പോകണമെങ്കിൽ അല്ലെങ്കിൽ സ്റ്റെപ്പ് മുൻപോട്ടെടുത്താ വെക്കേണ്ടതെങ്കിൽ അല്ലെങ്കിൽ കാത്തിരുന്നേ മതിയാകൂ. ശത്രു കൊണ്ടുവരുന്ന വഴിക്കകത്ത് കോംപ്രമൈസ് ചെയ്ത് ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ പോകാനാണ് തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ വാഗ്ദത്ത പൂർത്തീകരണം പ്രാപിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ പോകുന്ന വഴിക്ക് എപ്പോഴും അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ തന്നെ പോണ്ടി വരും. നമ്മൾ അതിനകത്ത് ചെന്നുവിട്ടാൽ ആ വാഗ്ദത്തം, നമ്മളെ കാത്തിരുന്ന വാഗ്ദത്തം എന്താ അവിടെ കിടക്കുക അല്ലെ. നമ്മളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം അവിടെ പെൻഡിങ്ങിൽ കിടക്കുക. പക്ഷെ നമ്മളെന്താ അടുത്ത വഴി തേടിപ്പോയി അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ കയറിപ്പോയി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി അല്ലെ. ആരുമായിട്ടാ? പിശാചുമായിട്ടല്ലേ. പിശാചു കൊണ്ടുവന്നൊരു വഴിയുമായിട്ട് എന്താ നമ്മളങ്ങ് കോംപ്രമൈസ് ചെയ്തു. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ വഴി വെളിപ്പെടുത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ആ കോംപ്രമൈസിന് വേണ്ടി ശത്രു കൊണ്ടുവരുന്ന വഴിയെ അടച്ചു കളയാൻ
നേരിടാൻ പ്രാപ്തരായി തന്നെ ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കണം. ശത്രു കൊണ്ടുവരുന്ന വഴിയെ അത് പിശാചിന്റെ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ യേശുവിന്റെ നാമത്തിന് അതിനെ ബ്ലോക്ക് ചെയ്യാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമ്മൾ ശക്തി പ്രാപിക്കണം. ദൈവത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ചു ദൈവ പൈതലെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അല്ലെങ്കിൽ കോംപ്രമൈസുകളുടെയും അഡ്ജസ്റ്റ്മെന്റുകളുടെയും മേഖലകളെ ശാസിക്കണം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ കോംപ്രമൈസിൽ കൂടെ പോകാനുള്ളവരല്ല നമ്മൾ. ഒരു ദൈവ പൈതലാണെങ്കിൽ കോംപ്രമൈസ് വേണ്ട. ഹല്ലേലൂയ. അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വേണ്ട. കർത്താവ് നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്തം മതി. ഹല്ലേലൂയ. എന്നൊരു തീരുമാനം എടുക്കാൻ തയ്യാറാണെങ്കിൽ അബ്രഹാമും സാറയും പ്രാപിച്ച വാഗ്ദത്തം പോലെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലും ആ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ സമയത്ത് ഒരു അവധി സമയം നമ്മളോട് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അബ്രഹാമിനോടും പറഞ്ഞു. ആ ഒരു അവധിക്കാണ്, ആ പറഞ്ഞ കാലഘട്ടത്തിനകത്താണ് അവിടെ ഡെലിവറി, അവിടെ എന്താ, ഇസഹാക്കിനെ സാറ ഗർഭം ധരിക്കുന്നതല്ലേ. അല്ലെങ്കിൽ അതിനകത്ത് വെച്ച് നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ? ഒരിക്കലും ഇല്ലല്ലേ. ഒറ്റപ്പെട്ടു പോകത്തില്ല. അവിടെ എന്തൊക്കെ ദൈവപ്രവൃത്തി നടക്കും. ഹല്ലേലൂയ. സ്തോത്രം. അതിനകത്ത് ഈ 18 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 3 പുരുഷന്മാരെന്താ വെയിലാറി ഉറച്ചപ്പോൾ എന്താ അവിടെ വാതിക്കൽ വന്ന് നിൽക്കുകയല്ലേ. അവിടെ 3 പേരുണ്ടല്ലേ. അല്ലെങ്കിൽ അന്ന് അപ്പുറത്തെ അധ്യായത്തിൽ 19 അധ്യായത്തിൽ ലോത്തിന്റെ ഭവനത്തിൽ എത്ര പേരാ ചെന്നത്? 2 ദൂതന്മാരാ ചെന്നല്ലേ. പക്ഷെ ഇവിടെ വന്നത് 2 ദൂതന്മാരാണ്. മൂന്നാമതായി കണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യം അല്ലേ. ദൈവം ഡയറക്റ്റ് ഇറങ്ങി അബ്രഹാമിന്റെ ഭവനത്തിൽ വന്നു. വിശ്വസിക്കുന്നവന്റെ ഭവനത്തിനകത്തേക്ക് ദൂതന്മാർ മാത്രമല്ല വരുന്ന, ദൈവത്തിന്റെ സാന്നിധ്യവും വെളിപ്പെടും. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയാൽ, ഹല്ലേലൂയ, നീ പറഞ്ഞിരിക്കുന്ന നിന്റെ വാഗ്ദത്തം ആ അവധിക്കാലം ഒന്നുകൂടെ ഉറപ്പിക്കും കർത്താവ്. അവിടെ വന്ന് വിത്തിൻ പ്രസൻസിൽ തന്നെ, ഹല്ലേലൂയ, കർത്താവിന്റെ പ്രസൻസിൽ എന്താ ആ വാഗ്ദത്തം ഒന്നുകൂടെ ഉറപ്പിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ വീണ്ടും എന്താ പരാജയപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഒന്നുകൂടെ അബ്രഹാമിനെ എന്താ അവിടെ ഉറപ്പിച്ചതാ. ആ കാലഘട്ടത്തിൽ അവധി അല്ലെ, ആ അവധി വെച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ സന്ദർശനമുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നേക്കാം. ആ കാത്തിരിപ്പിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ റൂമിനകത്ത് നമ്മൾ തനിച്ചായിരിക്കുന്ന നിമിഷങ്ങളിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നമ്മളെ അങ്ങ് ബലപ്പെടുത്തും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് വിടുന്ന കർത്താവ് അല്ല. ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുൻപായി കടന്നു ചെന്ന് ഹല്ലേലൂയ ദുർഘടങ്ങളെ നിരപ്പാക്കുന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മൾ ഒരു വഴിയിൽ കൂടെ സ്റ്റെപ്പിൽ കൂടെ എടുത്തു വെക്കുമ്പോൾ, അല്ലെ 2 സ്റ്റെപ്പ് മുന്നമേ ചെന്ന് വഴികളുടെ ദുർഘടങ്ങള്, എവിടൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ മാറ്റി നിരപ്പായ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകാനുള്ള സാഹചര്യത്തെ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കും. ഹല്ലേലൂയ. നമ്മളെ തനിച്ചു വിട്ടേച്ചു പോകുന്നൊരു ദൈവമല്ല. ഹല്ലേലൂയ. പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ ഹല്ലേലൂയ ആ ഡ്യൂറേഷൻ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അതിനു മുന്നിൽ, ഹല്ലേലൂയ, ആ ഡ്യൂറേഷനകത്ത് ഒറ്റയ്ക്ക് വിട്ടേച്ചു പോകുന്നൊരു ദൈവമല്ല. അതിനകത്ത് ദൈവത്തിന്റെ പ്രസൻസ് വെളിപ്പെടും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിരാശയുടെ അനുഭവങ്ങൾ കൊണ്ടിടാൻ ശത്രു നോക്കിയാലോ അവിടെ നിരാശപ്പെടാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതിന്റെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വരും നിന്റെ കൂടാരത്തിനകത്ത്. ഹല്ലേലൂയ. ആരുടെ ഭവനത്തിലും പോയില്ലെങ്കിലോ, ഹല്ലേലൂയ, ഭാരപ്പെട്ട്, ഹല്ലേലൂയ, വാഗ്ദത്തത്തിന് വേണ്ടി എത്ര അഡ്ജസ്റ്റ്മെന്റുകൾ വന്നിട്ടും അതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുന്ന ദൈവ പൈതലെ, എത്ര കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥകൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടും അല്ലെങ്കിൽ അവിടെ എങ്ങും ശത്രുവിന് കോംപ്രമൈസ് പറയാതെ ചെയ്യാതിരിക്കുന്ന ദൈവ പൈതലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് ദൈവം ഇറങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. എന്തിനാ? നിന്നെ ഒന്ന് ബലപ്പെടുത്താൻ, നിന്നോട് പറഞ്ഞ വാഗ്ദത്തം ഒന്നുകൂടെ ഉറപ്പിക്കാനാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിക്കാലം ഈ ഹല്ലേലൂയ മീറ്റിങ്ങിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രയാസപ്പെട്ടു, ഭാരപ്പെട്ട്, ഹല്ലേലൂയ, കർത്താവേ എന്നോട് പറഞ്ഞ വാഗ്ദത്തം ഹല്ലേലൂയ അത് നിവർത്തീകരിച്ചില്ലോപ്പാ, എന്നാലും ഹല്ലേലൂയ സാരമില്ല കർത്താവേ, ഞാൻ കാത്തിരിക്കും എന്ന് പറയുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നിങ്ങളുടെ ഭവനത്തിനകത്ത് കർത്താവ് ഇറങ്ങും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. ആ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുക. ഇന്ന് രാത്രി കാലം ഹല്ലേലൂയ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുകയാ. ഹല്ലേലൂയ. വിശ്വസിക്ക്. ഇന്ന് രാത്രി കാലം ഒരു അഡ്ജസ്റ്റ്മെന്റിനും പോകണ്ട. ശത്രുവിന്റെ പദ്ധതിക്ക് ചെവി കൊടുക്കണ്ട. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദത്തിന് മാത്രം കാതോർത്തിരിക്കുന്ന ദൈവ പൈതലെ, നിനക്കു വേണ്ടി ഇന്ന് രാത്രി കാലം കർത്താവ് ഇറങ്ങും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു.
രക്തത്താൽ ജയമെടുക്കുന്നു. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടി കർത്താവിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങും, എന്റെ വിഷയത്തിനകത്ത് എന്നെ ഉറപ്പിക്കാൻ ഇന്ന് രാത്രികാലം എന്റെ ദൈവം ഇറങ്ങുമെന്ന് ഉറപ്പുള്ള ദൈവമക്കള് ഹല്ലേലൂയ ആയിരിക്കുന്ന ഇടങ്ങളില് ദൈവത്തോട് നന്ദി പറ, ദൈവത്തിന് സ്തുതി കൊടുക്ക. ഇന്ന് രാത്രികാലം അപ്പന്റെ സാന്നിധ്യം വെളിപ്പെടുക. നിന്റെ വിഷയത്തിനകത്ത് തനിച്ചിട്ടേച്ചു പോകുന്നൊരു ദൈവത്തെ അല്ല സേവിക്കുന്നത്, ആദ്യം മുതൽ കണ്ടത് ഹല്ലേലൂയ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതുമായ ദൈവ ശബ്ദത്തിനകത്ത് ഉറപ്പോടെ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, വിശ്വാസത്തോടെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ഭവനത്തിനകത്ത് ഇറങ്ങും അപ്പന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവരുടെ സ്വീകരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിന്റെ 10-ാം വാക്യത്തില് ഹല്ലേലൂയ ഉറപ്പോടെ പറയുക അല്ലെ, അല്ലെ സാറയോടാ പറയുന്നത്, അല്ലെ സാറ അവിടെ ഉണ്ട്, ഹല്ലേലൂയ പറയും, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും. സ്തോത്രം. ഹല്ലേലൂയ. ഒരാണ്ട് സമയം പറയുക അല്ലെ, അവിടെ അവധി കാലഘട്ടം പറയുന്നത് ഒരാണ്ടാ പറയുന്നത്. ഹല്ലേലൂയ. 1 ഇയർ കാലഘട്ടം അവരിൽ പറഞ്ഞിട്ട് അടുത്ത ഈ സമയമാകുമ്പോൾ ഞാൻ വരും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഉറപ്പ് കൊടുക്കുകയാണ്. ഇത്രയും നാളും പലതും കണ്ടു കേട്ടു അല്ലെ. ആ 25 ഇയർ എന്ന് പറയുന്നത് ഒരു നീണ്ട കാലഘട്ടം. അതിനകത്ത് കാത്തിരിപ്പിനൊടുവിൽ ലാസ്റ്റ് ഇയറിന് മുമ്പ് വന്ന് പറയാ അടുത്ത ആണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. 24 വർഷം അവർ വിജയകരമായി പൂർത്തീകരിച്ചു വിശ്വാസത്തിന്റെ പരിശോധന അല്ലെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ലാസ്റ്റ് ഇയറിൽ വന്നിട്ട് പറയാം അടുത്ത ആണ്ട്, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ വരും. ഹല്ലേലൂയ. സ്തോത്രം. വെറുതെ അല്ല. ഹല്ലേലൂയ. അടുത്ത ആണ്ടിൽ ആ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിലും കർത്താവ് ഇറങ്ങണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയെങ്കിലേ ആ വാക്തത്വം ഓപ്പൺ ആവൂ. ഹല്ലേലൂയ. അവധി കാലഘട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്തത്വം ഒരു പൂർത്തീകരണത്തിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയേ പറ്റൂ. ഞാൻ അടുക്കൽ വരുമെന്ന് പറഞ്ഞാൽ സാറയുടെ അടുക്കൽ വന്നു. അടുത്ത ഹല്ലേലൂയ. സ്തോത്രം. 21-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം പറഞ്ഞതുപോലെ തന്നെ യഹോവ അവളോട് പറഞ്ഞ അവധിക്കെന്താ ദൈവത്തിന്റെ സന്ദർശനം അവിടെ ഉണ്ടാകിയ. 21-ന്റെ ഹല്ലേലൂയ 1-ാം വാക്യത്തിൽ പറയുന്നു, അനന്തരം യഹോവ താൻ അരുളി ചെയ്തതുപോലെ. കണ്ടോ, നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്ത ദൈവമല്ലേ. ഹല്ലേലൂയ. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു ഒരാണ്ട് കഴിലെ അടുത്ത ആണ്ടിൽ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരുമെന്ന്. വന്നില്ലേ? അല്ലെങ്കിൽ 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ താൻ അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. വിടുതൽ നടക്കണമെങ്കിൽ എന്താ അവിടെ ഒരു സന്ദർശനം ആവശ്യമല്ലേ. ഹല്ലേലൂയ. വിടുതലിന് നടക്കണമെങ്കിൽ ദൈവിക സന്ദർശനം വേണം. അവിടെ എന്താ പറഞ്ഞതുപോലെ തന്നെ ദൈവിക സന്ദർശനം നടന്നു. ഹല്ലേലൂയ. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു അല്ലെ. ആര് വാഗ്ദത്തം ചെയ്തതാ? ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം അതങ്ങനെ തന്നെയാ. ഹല്ലേലൂയ. വെളിപ്പെടുന്ന ടൈം ആകുമ്പോൾ ദൈവത്തിന്റെ സന്ദർശനം വരും. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി സന്ദർശിച്ചാൽ വിടുതലുമായിട്ട് നമ്മൾ എഴുന്നേൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലമാ നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ കർത്താവ് അല്ലെങ്കിൽ ഉറപ്പിച്ചെഴുതി വെച്ചിരിക്കുന്ന ടൈമെങ്കിൽ ഇന്ന് രാത്രികാലം ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ സന്ദർശനം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ ആരും ഇറങ്ങിയാലും തുറക്കാത്ത വാതില് അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവ് നമുക്കൊണ്ട് തുറന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രികാലം അത്ഭുതത്തിന്റെ പ്രവൃത്തി ഞാൻ കാണും, അല്ലെങ്കിൽ ചില കരുതലുകൾ വെളിപ്പെടും. പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറഞ്ഞിരുന്ന ചില കരുതലുകൾ ഇന്ന് രാത്രികാലം വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. നിനക്ക് വേണ്ടിയുള്ള കരുതല്, എനിക്ക് വേണ്ടിയുള്ള കരുതൽ ഇന്ന് രാത്രികാലം കർത്താവ് വെളിപ്പെടുത്തുന്ന രാത്രികാലമാ. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് ഹല്ലേലൂയ ഒരു പൂർത്തീകരണത്തിന്റെ രാത്രികാലമാ. ദൈവം നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തില് വിഷയത്തിനകത്ത് ഇറങ്ങിയാൽ അവിടെ സന്ദർശനം നടന്നാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രസൻസ് വെളിപ്പെട്ടു, അവിടെ പദ്ധതിയും വെളിപ്പെട്ടല്ലേ. അല്ലെങ്കിൽ ഈ വാഗ്ദത്തം ആ 3 അല്ലെ ദൈവ പുരുഷന്മാരും ഭവനത്തിൽ വന്നതിന് ശേഷം ഹല്ലേലൂയ അവര് ഒരു പരീക്ഷണ കാലഘട്ടം കൂടെ അവർ കഴിയുന്നുണ്ടല്ലേ. സോദോം ഗോമോറെ നശിപ്പിക്കുന്ന ആ സമയം അടുത്ത ആ ദൈവ പുരുഷന്മാര് കടന്നുപോയതിനു ശേഷം സംഭവിക്കുന്നതല്ലേ. സംഭവിക്കുന്ന സമയത്ത് അവരെന്താണ് 20-ാം അധ്യായത്തിൽ പറയുന്നത്, അബ്രഹാം അവിടം വിട്ട് തെക്കേ ദേശത്ത് യാത്ര പുറപ്പെട്ട് കാദേശിനും സൂര്യനും മധ്യേ
കുടിയിരുന്ന് ഗെരാരിൽ പരദേശിയായി പാർത്തു അല്ലെ. അവിടെ എന്താ, ഗെരാരില് പരദേശിയായി പാർക്കാൻ വേണ്ടി അവിടെ വിടുകയല്ലേ, കൂടാരം മാറ്റി അടിക്കുക അല്ലെ, സ്ഥലം വിട്ട് എന്താ പരദേശിയായിട്ട് പോകുക. സ്വന്തം സ്ഥലം വിട്ട് എന്താ ഇതുവരെ ആയിരുന്നിടം വിട്ട് കർത്താവ് ഒരു മൂവ്മെന്റ് കൊടുക്കുക അല്ലെ. ഹല്ലേലൂയ സ്തോത്രം. അടുത്തൊരു പരീക്ഷണ കാലഘട്ടത്തിലേക്ക് പോവുക. ഹല്ലേലൂയ. വാഗ്ദത്തം കേട്ടു, കർത്താവ് പറഞ്ഞു അടുത്ത ആണ്ടിൽ എന്താ ദൈവപ്രവൃത്തി വെളിപ്പെടും, ഞാൻ സന്ദർശിക്കുമെന്നുള്ളത്. അത് കേട്ടതിന്, അത് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞതിന് ശേഷം എന്താ അടുത്ത ടെസ്റ്റിലേക്ക് കടന്നു പോകുകയല്ലേ. അവിടെ എന്താ, അവിടെയും ചെന്നിട്ട് അബീമേലെക്കിന്റെ ഹല്ലേലൂയ ആ രാജ്യത്തേക്ക് ചെന്ന് അബീമേലെക്ക് രാജാവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ അവിടെ സാറയെ എന്താ പെങ്ങളെന്ന് അഭിസംബോധന ചെയ്യേണ്ടി വന്നു അല്ലെ. സാഹചര്യമാണ്, അബ്രഹാമിന്റെ സാഹചര്യമാണ് അങ്ങനെ പറയേണ്ടി വന്നത്. പക്ഷേ അല്ലെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി അബീമേലെക്കിനോട് സംസാരിച്ചു അല്ലെ. അബീമേലെക്കിനോട് സംസാരിച്ചു. സാറയ്ക്ക് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ദൈവം കൊടുത്തു അല്ലെ. എന്തുകൊണ്ടാ? ദൈവം വാഗ്ദത്തം പറഞ്ഞ് അല്ലെങ്കിൽ ഇറങ്ങി വന്ന് സന്ദർശിച്ചിട്ട് പോയി, അല്ലെങ്കിൽ അടുത്ത ആണ്ട് ഞാൻ നിന്റെ അടുത്ത് വീണ്ടും വരും, വാഗ്ദത്ത സന്തതിയെ നീ പ്രാപിക്കാൻ പോകുക. ഈ വാഗ്ദത്ത സന്തതിയെ പ്രാപിക്കാൻ പോകുന്ന ദൈവം ഇറങ്ങി വന്ന് ഹല്ലേലൂയ അവരുടെ കൂടാരത്തിനകത്ത് വന്ന് ഹല്ലേലൂയ അനുഗ്രഹിച്ചിട്ട് പോയ വിഷയം ഹല്ലേലൂയ ഇടയ്ക്ക് വന്ന് അതിനെ ബ്രേക്ക് ചെയ്യാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. എന്തൊക്കെ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വന്നാലും, സാഹചര്യം കൊണ്ട് അബ്രഹാമിന് അങ്ങനെ പറയേണ്ടി വന്നാലും ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കുക. കാരണം അല്ലെങ്കിൽ ദൈവം സാറയ്ക്കൊരു ഹല്ലേലൂയ സംരക്ഷണവുമായി അവിടെ ഇറങ്ങിയ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ വാഗ്ദത്തം അബ്രഹാമിന്റെ സന്തതി സാറയിൽ കൂടെ വെളിപ്പെടുമെന്ന. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത കാലഘട്ടത്തിനകത്ത് ശത്രു എന്തൊക്കെ പദ്ധതികൾ ഒരുക്കിയാലും, ഒരുപക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾക്ക് ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിനകത്ത് ഒരുപക്ഷെ നമുക്കൊരു കള്ളം പറയേണ്ടി വന്നിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യമാ. പക്ഷേ വാഗ്ദത്തം പറഞ്ഞ ദൈവം മാറുന്നവനല്ല. ഹല്ലേലൂയ അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ ഒരു പ്രൊട്ടക്ഷനുമായിട്ട്. ഹല്ലേലൂയ നമ്മളോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം ഇറങ്ങും അവിടെ. ഹല്ലേലൂയ അവിടെ എന്താ തിരിച്ചറിവ് കൊടുക്കുകയല്ല. അബീമേലെക്കിനോട് കർത്താവ് സംസാരിച്ചിട്ട് എന്താ അവിടെ നിന്ന് എന്താ അവർക്ക് വേണ്ടതെല്ലാം അവിടെ നൽകി കൊടുക്കുകയല്ലേ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ അബ്രഹാമിനും സാറയ്ക്കും അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളോ അവർക്ക് എന്താ വേണ്ടതെല്ലാം അവിടെ ഒരുക്കി കൊടുക്കുക. അവിടെയും എന്താ അവരെ ദൈവം കരുതി. ഹല്ലേലൂയ ഒരു ദേശം വിട്ട് ഇപ്പുറത്തെ ദേശത്തേക്ക് പരദേശിയായി വന്നെങ്കിലും അവിടെയും തള്ളിക്കളഞ്ഞില്ല കർത്താവ്. അല്ലെങ്കിൽ അവിടെയും സംരക്ഷിച്ചു. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു കോംപ്രമൈസിനും അവർ തയ്യാറായില്ല. അല്ലെങ്കിൽ 25 വർഷം അല്ലെങ്കിൽ കാത്തിരുന്ന ഹല്ലേലൂയ അബ്രഹാമിനെയും സാറയെയും കർത്താവ് കൈവിട്ടില്ല. അല്ലെങ്കിൽ ദൈവം പറയും, എൻ്റെ മക്കള് ഞാനൊരു വാഗ്ദത്തം പറഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് പോയിട്ടു എനിക്ക് വേണ്ടി കാത്തിരുന്നു. ഹല്ലേലൂയ എൻ്റെ വാഗ്ദത്തത്തിനകത്ത് വിശ്വാസത്തോടെ കാത്തിരുന്നല്ലേ വിശ്വാസികളുടെ പിതാവെന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു മടിയും കാണിക്കേണ്ട. കാരണം 25 വർഷമൊക്കെ ഒരു വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ദൈവമക്കളെ നമ്മൾ ഒരുപക്ഷെ 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ 2 വർഷമോ ഒരു വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നേക്കാം. പതറരുത്. ഹല്ലേലൂയ പരിഭ്രമിച്ചു പോകരുത്. ഹല്ലേലൂയ നിരാശപ്പെടരുത്. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഹല്ലേലൂയ തള്ളപ്പെട്ട അവസ്ഥകൾ വന്നേക്കാം. നിരാശപ്പെടരുത്. ഹല്ലേലൂയ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ശൂന്യതയിലേക്ക് നോക്കി നിൽക്കേണ്ട അവസ്ഥകൾ വന്നേക്കാം. ദൈവമക്കളെ ഹല്ലേലൂയ പതറിപ്പോകരുത്. ഹല്ലേലൂയ നമ്മളോട് കർത്താവ് പറഞ്ഞത് ഞാൻ നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വന്ന് പറഞ്ഞതാ. ഹല്ലേലൂയ പ്രവചന ശബ്ദം നമ്മൾ കേട്ടതാ. ഇന്ന് രാത്രികാലം ഉറപ്പോടെ വിശ്വസിക്ക്, നിനക്ക് വേണ്ടി അപ്പൻ കരുതിയ കരുതൽ വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ ഒരല്പം കൂടെ നീ ഒന്ന് കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുമെന്ന്. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? വചനം സത്യമാ, വചനം പ്രവർത്തിക്കുന്നതാ, വചനം തീയാ. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ആ തീയായ വചനം ഹല്ലേലൂയ വാഗ്ദത്തത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അത്ഭുതത്തിന്റെ വഴികളെ കർത്താവ് തുറന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ കോംപ്രമൈസിന് തയ്യാറാകരുത്. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഒരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാകരുത് ദൈവമക്കളെ. ഹല്ലേലൂയ ശത്രു എത്ര വിധമായ പദ്ധതികൾ ഒരുക്കിയാലും ഇതിനൊന്നും കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകല്ലേ. ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനകത്ത് കാത്തിരിക്കുക. അല്ലെങ്കിൽ ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ പലരും പറഞ്ഞേക്കാം, ഹല്ലേലൂയ എത്ര പ്രാർത്ഥിച്ചിട്ടും എന്താ വിടുതൽ നടക്കാത്തത്? ഹല്ലേലൂയ അവൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഉപവസിക്കുന്നില്ലേ അല്ലേ? ഹല്ലേലൂയ എത്ര നാളുകൊണ്ട് അവര് കാത്തിരിക്കുന്നു. ഹല്ലേലൂയ അവരൊരു വാഗ്ദത്തം ഹല്ലേലൂയ കേട്ടിട്ട് എത്ര വർഷമായി. എന്തുകൊണ്ട് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ നടക്കാത്തത്? ഹല്ലേലൂയ ആ ചോദ്യം ചോദിക്കുന്നവരോട് അധികം മറുപടി പറയാൻ പോകണ്ട. അതിൽ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി, കർത്താവാ എന്നോട് വാഗ്ദത്തം പറഞ്ഞത്, ഞാൻ ആ ദൈവ
ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം വാക്കുമാറാത്ത ദൈവത്തെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ദൈവത്തെ. ഹല്ലേലൂയ. ദാനിയേൽ എന്താ പറഞ്ഞത്? ഹല്ലേലൂയ, എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞാൻ ആരാധിക്കത്തില്ല. ദൈവമക്കളെ, എവിടൊക്കെ തോറ്റുപോകേണ്ട അവസ്ഥകൾ വന്നാലും ഹല്ലേലൂയ, ഒരിക്കലും ഒരു കോംപ്രമൈസിന് തയ്യാറാകരുത്. അവിടെ ദാനിയേൽ കോംപ്രമൈസിന് തയ്യാറായെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, പിന്നീടുള്ള അവസ്ഥ ദാനിയേലിന്റെ എന്താ? ഹല്ലേലൂയ. പക്ഷേ അവനതിന് തയ്യാറായില്ല. അതുകൊണ്ട് എന്താ? ദാനിയേൽ സിംഹത്തിന്റെ ഗുഹയിൽ വീണപ്പോൾ അതിന് മുന്നമേ അപ്പൻ സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവ പൈതലെ, ഒരു കോംപ്രമൈസിനും തയ്യാറാകാതെ ദൈവം വിളിച്ച ദൈവം വിശ്വസ്തന. ഈ ദൈവത്തെ വിട്ടിട്ട് എനിക്കൊരു ഹല്ലേലൂയ അനുഗ്രഹവും വേണ്ട എന്ന് പറയാൻ നിങ്ങൾ ഉറപ്പോടെ എഴുന്നേൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രതികൂലം ഹല്ലേലൂയ തുറന്നു വരുന്ന പ്രതികൂലത്തിന് മുന്നമേ അപ്പൻ ദൂതനെ ഇറക്കി കഴിയോ. അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ദൂതനെ അയക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. പ്രതികൂലത്തിനകത്ത് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് വീണാലും ഹല്ലേലൂയ സിംഹം നിന്നെ കടിക്കുകയില്ല. ഹല്ലേലൂയ, സിംഹം വിഴുങ്ങി കളയത്തില്ല. ഹല്ലേലൂയ, സിംഹത്തിന് ആഹാരമാകാൻ ഉള്ളവരല്ല നമ്മൾ. ഹല്ലേലൂയ, വിശ്വാസമുള്ള ദൈവ പൈതലെ, ഹല്ലേലൂയ, നിങ്ങൾ ആരും സിംഹത്തിന് ആഹാരമാകാൻ ഉള്ളവരല്ല. പിശാചിന്റെ അടിമത്വത്തിൽ ഹല്ലേലൂയ കഴിയാനുള്ളവരല്ല നമ്മൾ. ഹല്ലേലൂയ, നമ്മൾക്കൊരു വാഗ്ദത്തമുണ്ട്, നിത്യത. ഹല്ലേലൂയ, എത്ര തന്നെ വന്നാലും വാഗ്ദത്തം താമസിച്ചാലും നമ്മുടെ ലക്ഷ്യമാ നിത്യതയായിരിക്കണം. ഹല്ലേലൂയ, ഒരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം, അത് യേശു എന്ന നാമമാ. ആ നാമം ഏന്തുന്നവരുടെ മധ്യത്തില് ഇന്ന് രാത്രി കാലം ദൈവം ഇറങ്ങും. ഹല്ലേലൂയ, ആ നാമം ഉച്ചരിക്കുന്നവന്റെ ഹല്ലേലൂയ ജീവിതത്തിനകത്ത് അത്ഭുതം വെളിപ്പെടും. ഹല്ലേലൂയ, യേശു എന്ന നാമം ഏറ്റെടുത്തവന്റെ ജീവിതത്തില് ഹല്ലേലൂയ ലജ്ജിക്കേണ്ടി വരത്തില്ലെന്ന് രാത്രി കാലം പരിശുദ്ധാത്മാ ശക്തമായി ഇടപെടുകയാ. ഹല്ലേലൂയ, ലജ്ജിക്കപ്പെട്ട് നിൽക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം പ്രാപിച്ച് ഹല്ലേലൂയ നിത്യത കൈവരിക്കാന്. ഹല്ലേലൂയ, ലോകത്തിനകത്ത് ചില കഷ്ടതകൾ അനുഭവിച്ചെന്ന് വന്നേക്കാം, ചില കാത്തിരിപ്പുകൾ ഹല്ലേലൂയ നീണ്ടെന്ന് വന്നേക്കാം. എന്നാലും ദൈവത്തെ തള്ളിപ്പറയാതെ ഹല്ലേലൂയ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് ഉറപ്പോടെ പറയുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ പ്രത്യാശ ലോകത്തിലല്ല, നമ്മുടെ പ്രത്യാശ നിത്യതയാ. ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ പ്രത്യാശ മാത്രമാണെങ്കിൽ അതൊരു പരിധി വരെ ഉള്ളൂ, അത് നിന്നു പോകും. നമ്മുടെ ശ്വാസം നിലയ്ക്കുമ്പോൾ ആ പ്രത്യാശയും അസ്തമിക്കും. ഹല്ലേലൂയ, പക്ഷേ ഹല്ലേലൂയ അവിടെയും കടന്നു പോകുന്ന വലിയൊരു പ്രത്യാശ, അത് നിത്യതയാണ്. നമ്മൾ പ്രത്യാശിക്കുന്ന ശുഭഭാവിയെങ്കിൽ ഹല്ലേലൂയ, ഇവിടം വിട്ടാലും ഹല്ലേലൂയ മരണത്തെ ഭയപ്പെടാൻ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, മരണമെന്ന് കേൾക്കുമ്പോൾ ഹല്ലേലൂയ പ്രത്യാശയുള്ള ദൈവ പൈതലായി ഇന്ന് രാത്രികാലം പറയുവാൻ കഴിയണം, ഒരു മരണത്തിനും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ വാഗ്ദത്തം നിത്യതയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ കർത്താവിന്റെ അടുത്ത് ആ മുഖം കണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ. ഇന്ന് നമ്മൾ വിശ്വാസത്താലെ മുഖം കണ്ട് ആരാധിക്കുക അല്ലേ. അല്ലെങ്കിൽ വിശ്വാസത്തോടെ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തോടെ, ദൈവ ശബ്ദത്തിനകത്ത് വിശ്വാസത്തോടെ നമ്മൾ കാത്തിരിക്കുമ്പോൾ അന്നൊരു നാൾ ഹല്ലേലൂയ ദൈവത്തിന്റെ മുഖം കണ്ട്, നമ്മുടെ യേശുപ്പന്റെ മുഖം കണ്ട് ആരാധിക്കാൻ വരുന്ന ഹല്ലേലൂയ സന്ദർഭം എത്ര വലിയൊരവസരമാ. ഹല്ലേലൂയ, അത് നഷ്ടമാക്കി കളയുവാൻ അനുവദിക്കല്ല. അതിനിടയ്ക്ക് ശത്രു കൊണ്ടുവരുന്ന കോംപ്രമൈസുകൾ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ദൈവം ഹല്ലേലൂയ നമ്മളോട് പറഞ്ഞ ഹല്ലേലൂയ വാഗ്ദത്തമാകുന്ന നിത്യത അത് വിട്ടിട്ട് ഒരു പ്രവൃത്തിയും വേണ്ട, അത് വിട്ടിട്ട് ഒരു നന്മയും നമുക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനം ഇന്ന് രാത്രി കാലം ദൈവ പൈതലെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറപ്പോടെ പറയുവാൻ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം പ്രവർത്തിക്കും. അത് ദൈവത്തിന്റെ സമയത്ത്. അതിനുവേണ്ടിയാ നമ്മൾ കാത്തിരിക്കേണ്ടതല്ലേ. ഹല്ലേലൂയ, ബെഥാനിയയില് ഹല്ലേലൂയ ലാസറിന്റെ മരണം അല്ലേ, അത് ഒരു വലിയൊരു അവിടെ ഒരു ദൈവപ്രവൃത്തിയാ വെളിപ്പെട്ടത്. പക്ഷെ കർത്താവ് അവരാരെങ്കിലും ആഗ്രഹിച്ച ടൈമിലാണോ അവിടെ പോയത്? അല്ല. ഹല്ലേലൂയ, ഒന്നാം ദിവസവും കർത്താവ് പോയില്ല. അവർ സഹോദരിമാരെന്താ പറഞ്ഞത്? നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ അല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെങ്കിൽ മനുഷ്യന്റെ പ്ലാനോ പദ്ധതിയോ ഒന്നും അല്ല, ദൈവത്തിന്റെ പ്ലാൻ അല്ലേ. ദൈവം അവിടെ സെറ്റ് ചെയ്ത് വെച്ചൊരു ടൈം ഉണ്ടായിരുന്നു. അതെന്താ? 4-ാം നാളായിരുന്നു അല്ലേ. ഹല്ലേലൂയ, മനുഷ്യന്റെ കണ്ണില് ആശ്ചര്യപ്പെടുമാറ് പ്രവൃത്തിയാ ദൈവമക്കളുടെ ഭവനത്തിനകത്ത് ദൈവമക്കൾക്ക് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ചെറിയൊരു പ്രവൃത്തി
പ്രവൃത്തിയല്ല നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത്. ആ വാഗ്ദത്തം എന്ന് പറയുന്നത് ആ അവധി കാലഘട്ടം നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് ഹല്ലേലൂയ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ദൈവപ്രവൃത്തി അല്ലെ. വചനം പറയുന്നു, കണ്ണ് കണ്ടിട്ടില്ല, ഹല്ലേലൂയ ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്. ഹല്ലേലൂയ ദൈവ പൈതലെ, ഒരു ദൈവ പൈതലാണോ? ഹല്ലേലൂയ കർത്താവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പൈതലാണോ? ഇന്ന് രാത്രികാലം കർത്താവ് പറയുക, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്. ഹല്ലേലൂയ. നമ്മളെന്താ, ഒരു മനുഷ്യൻ നമ്മളെക്കുറിച്ച് നമ്മൾ കേട്ട വാഗ്ദത്തം ഹല്ലേലൂയ നമ്മൾ പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ഒരുപക്ഷെ തലമുറകളില്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും, ഒരു ജോലിക്ക് വേണ്ടി, ഭവനത്തിന് വേണ്ടി, ഇങ്ങനെയുള്ള വിഷയത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞിട്ടും നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം എന്താ? മറ്റുള്ളവർക്ക്, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന പലർക്കും അറിയാം ദൈവിക വാഗ്ദത്തം നമ്മൾ കേട്ടിട്ടുണ്ടെന്ന്. പക്ഷെ അവരൊക്കെ ഇടുന്നൊരു ലിമിറ്റേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ അവരൊക്കെ പറയും, ഓ ഇനി അത് നടക്കാൻ സാധ്യതയില്ല, നീ എന്തിനാ കാത്തിരിക്കുന്നത്, അടുത്ത വഴി നോക്കൂടെ ഇല്ലേ എന്ന് ചോദിക്കും. ഹല്ലേലൂയ. പക്ഷെ അവര് ഒരു വാഗ്ദത്തം നിറവേറുമെന്ന് പറഞ്ഞാലും അവരെന്താ, ഇട്ടിരിക്കുന്ന ഒരു ബോർഡർ ഉണ്ട്. ഹല്ലേലൂയ. ഇതായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് അല്ലെ. അവര് ചിന്തിച്ചു വെക്കും. പക്ഷേ ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം എന്താണെന്നും അതിന്റെ വലിപ്പം എന്താണെന്നും അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലെ. കേട്ടിരുന്ന നമ്മൾ വിശ്വാസത്തോടങ്ങ് ഹല്ലേലൂയ അത് ഉറപ്പോടങ്ങ് ഏറ്റെടുക്കുക ചെയ്യുന്നത്. എന്ത് പ്രവൃത്തിയാണെന്നുള്ളത് അത് ദൈവത്തിന് മാത്രമേ അറിയൂ അല്ലെ. നമ്മൾക്ക് വേണ്ടി ഇന്നതാണ് പ്രവർത്തിക്കാൻ പോകുന്നത്, ഇന്ന രീതിയിലായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അടുത്ത് നിൽക്കുന്ന ആർക്കും നമ്മളെ കുറിച്ച് വിധി എഴുതാൻ പറ്റത്തില്ല. മനുഷ്യനിട്ട ബോർഡർ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇട്ട ബോർഡർ, ചില ബൗണ്ടറീസ് ഇന്ന് രാത്രികാലം കർത്താവ് പൊട്ടിക്കുക. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ശത്രു ഇട്ട ബൗണ്ടറികളുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ തന്നെ ഇട്ട ഹല്ലേലൂയ അതിരുകളുണ്ട്. ഇന്ന് രാത്രികാലം കർത്താവ് അത് പൊട്ടിക്കുക. ഹല്ലേലൂയ. നീ ഇട്ട ബൗണ്ടറിക്കും അപ്പുറമായി പ്രവർത്തിക്കുന്നവനാ കർത്താവ്. ഹല്ലേലൂയ. നമ്മളിട്ട ബൗണ്ടറികള്, ശത്രു നിനക്കിട്ടൊരു വിലയുണ്ട്, ശത്രു നിനക്കിട്ടൊരു ബൗണ്ടറി ഉണ്ട്. അത് ഇന്ന് രാത്രികാലം കർത്താവ് പൊട്ടിച്ചു മാറ്റുക. ഹല്ലേലൂയ. ആ ബൗണ്ടറികൾ അല്ല നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത്, അല്ലെ ആ ബൗണ്ടറിക്കകത്ത് നിൽക്കാൻ അല്ല കർത്താവ് നിന്നെ കണ്ടിരിക്കുന്നത്. അതിനും അപ്പുറമായിട്ട് ആ ബൗണ്ടറികൾ പൊളിച്ചുകൊണ്ട്, ആ അതിരുകൾ മാറ്റിക്കൊണ്ട് നിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം അത് പ്രാപിക്കാൻ പോകുക. ഹല്ലേലൂയ. രക്തത്താൽ ഇവിടുന്ന് ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തില് നമ്മൾ വിശ്വാസത്തോടെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തില് കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, കോംപ്രമൈസുകൾ ഇല്ലാതെ, ഹല്ലേലൂയ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാതെ ദൈവനാമത്തിനു വേണ്ടി കാത്തിരുന്നാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇയ്യോബിന്റെ ജീവിതത്തിനകത്ത് എന്താ? ഹല്ലേലൂയ. ഇയ്യോബിനെ വിട്ടുകൊടുത്താലും ഹല്ലേലൂയ ഇയ്യോബ് ഒരിക്കലും ദൈവത്തെ ത്യജിച്ച് കളയത്തില്ലെന്ന് ദൈവത്തിന് നന്നായി അറിയാമായിരുന്നല്ലേ. ഹല്ലേലൂയ. ശത്രു ഏതൊക്കെ രീതിയിൽ ഹല്ലേലൂയ ഇയ്യോബിനെ, ഒരു മനുഷ്യൻ സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിട്ടല്ലേ ശരീരം, ഹല്ലേലൂയ ഹല്ലേലൂയ സമ്പത്ത്, ഹല്ലേലൂയ തലമുറകള് എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഹല്ലേലൂയ ഏതൊരു മനുഷ്യനാണെങ്കിലും അല്ലേ, ഇയ്യോബ് അല്ലാതെ വേറൊരു മനുഷ്യനായിരുന്നെങ്കിൽ ഒരു പ്രാവശ്യം ദൈവത്തോട് കുറ്റം പറഞ്ഞാൽ ചോദിച്ചേനെ, അല്ലെങ്കിൽ തള്ളി പറയാൻ ഒരു ചെറിയൊരു അവസരമെങ്കിലും എടുത്തേനെ അല്ലേ. പക്ഷേ ഹല്ലേലൂയ ഇയ്യോബിനെ കുറിച്ച് ദൈവത്തിന് നല്ലതായിട്ട് അറിയാമായിരുന്നു. കാരണം എന്താ? ഹല്ലേലൂയ ഭക്തനായ ഒരു മനുഷ്യൻ, ദോഷം വിട്ടകലുന്നവൻ, അല്ലെ നീതിമാനായ ഒരു മനുഷ്യൻ, ഇയ്യോബിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കർത്താവ് ആഗ്രഹിക്കുക, നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു സാക്ഷ്യം പറയുവാൻ കാണണം. ഹല്ലേലൂയ. അല്ലെ എന്റെ ദൈവം പൈതല്, എന്റെ മകള്, അല്ലെങ്കിൽ എന്റെ മകൻ, ഹല്ലേലൂയ അവൻ വിശ്വസ്തനാ, വിശ്വാസത്തിനകത്ത് ഉറച്ചു നിൽക്കുന്നവനാണെന്ന് പറയുവാൻ ഹല്ലേലൂയ നമ്മളെ കുറിച്ചൊരു സാക്ഷ്യം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമുള്ളവരാണോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തന്നെത്താൻ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഹല്ലേലൂയ സാക്ഷ്യമുള്ളവരാണോ എന്ന്. മറ്റു പലരും ഹല്ലേലൂയ നമ്മളെ കണ്ടിട്ട് എന്താ പറയരുത്, ഹല്ലേലൂയ അവളൊരു ദൈവ പൈതലല്ലേ, അവളുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത്, ഹല്ലേലൂയ ഒരു സാക്ഷ്യമില്ലാത്ത ജീവിതമാണല്ലോ എന്ന് പറഞ്ഞാൽ അത് ദൈവനാമവും കൂടെ ദുഷിക്കപ്പെടുക. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ദൈവനാമം ദുഷിക്കപ്പെടാൻ ഒരു കാരണമായി തീരരുത്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുന്നാൻ ഹല്ലേലൂയ കാരണമുള്ളവരായി തീരണം നമ്മൾ ഓരോരുത്തരും. നമ്മളെ കണ്ടിട്ട് മറ്റുള്ളവർ പറയണം, ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ പരിശോധനകൾ വന്നിട്ടോ കഷ്ടതകളുടെ നടുവിലോ അല്ലെങ്കിൽ കേട്ട വാഗ്ദത്തത്തിനകത്ത് തള്ളിക്കളയാതെ ഉറച്ചു നിൽക്കുന്നത് കണ്ടോ, ഹല്ലേലൂയ അത് കണ്ടിട്ട് അതുകൊണ്ടാ ഹല്ലേലൂയ ദൈവം അവളുടെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തില് അല്ല ആ ദൈവ പൈതന്റെ ജീവിതം ഇത്ര വലിയ അത്ഭുതം കാണാൻ തയ്യാറായത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, ലാസറിന്റെ ഭവനത്തിനകത്ത്
എന്താ അവിടെ കർത്താവ് എന്താ അവിടെ സഹോദരിമാർ ആഗ്രഹിച്ചൊരു ടൈം ഉണ്ടായിരുന്നല്ലേ ഹല്ലേലൂയ. പക്ഷെ ആ ടൈമിൽ എന്താ ഹല്ലേലൂയ കർത്താവ് വന്നില്ല. ഹല്ലേലൂയ. കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഹല്ലേലൂയ. മാർത്തയെ മറിയേ, കർത്താവിന് ഒന്നേ പറയാനുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ആഗ്രഹിച്ചൊരു സമയത്ത് വന്നിരുന്നു എങ്കിൽ ദൈവനാമം മഹത്വപ്പെടത്തില്ല. ഹല്ലേലൂയ. എൻ്റെ പിതാവിന്റെ നാമം അവിടെ മഹത്വപ്പെടത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് യേശു കർത്താവിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. മനുഷ്യരുടെ ഉള്ളങ്ങളെ നന്നായി അറിയുന്നൊരു ദൈവം അല്ലേ. ഹല്ലേലൂയ. മനുഷ്യർ പറഞ്ഞേനെ എന്തുകൊണ്ടാ, ചെറിയൊരു ജീവൻ ഉണ്ടായിരുന്നു, ഹല്ലേലൂയ, അത് അല്ലേലും ജീവിക്കുമായിരുന്നു, അല്ലേലും അത് നടക്കുമായിരുന്നു എന്ന് പറയും അല്ലേ മനുഷ്യരല്ലേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചൊരു മറുപടി കിട്ടിയിട്ട് ആരോടെങ്കിലും പറയുമ്പം പറയുമല്ലേ ഹല്ലേലൂയ. പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഓ അതല്ലേലും നടക്കുമായിരുന്നു, അത് പ്രാർത്ഥിച്ചോണ്ടൊന്നും അല്ല, അതല്ലേലും അത് അത് എന്താ നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അത് നടന്നേനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും പറയുന്നത് ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് നമ്മൾ വലിയ കാര്യത്തിൽ എന്താ പ്രാർത്ഥിച്ചു ആ വിഷയത്തിന് വേണ്ടി, അതിന് മറുപടി കിട്ടി എന്ന് പറയുമ്പോൾ തിരിച്ചു പറയുന്നതാ ഹല്ലേലൂയ, അതെനിക്കറിയാമായിരുന്നു, അതല്ലേലും നോർമലി നടക്കുന്നൊരു കാര്യമല്ലേ, അത് വലിയ കാര്യമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. പക്ഷേ അതിന്റെ പുറകിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ഇടിവിൽ നിന്നൊരു ദൈവ പൈതലിനറിയാം ഹല്ലേലൂയ എത്ര വില കൊടുത്തു എന്നല്ലേ. ഹല്ലേലൂയ. അത് എവിടുന്നാ വന്നതെന്നുള്ളത് നമുക്കുറപ്പാ. ഹല്ലേലൂയ. നിയമത്തിനോ ലോകത്തിനോ ഹല്ലേലൂയ മനുഷ്യർക്കോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥനാ മുറിയിൽ കയറി പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ കണ്ണുനീരൊഴുക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മളോട് വാഗ്ദത്തം പറഞ്ഞൊരു ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണെന്ന് ആർക്ക് വിശ്വാസമില്ലെങ്കിലും കേട്ട ശബ്ദം ഞാനാ കേട്ടതല്ലേ, നിങ്ങളാ കേട്ടത്. ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ട ഒരു ദൈവ പൈതലിനറിയാം ഹല്ലേലൂയ എന്നോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാ, അതാ ഞാൻ പ്രാപിച്ചത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കർത്താവ് എന്നോട് സംസാരിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ ആരൊക്കെ നിന്ദിച്ചോട്ടെ, ആരൊക്കെ അപ്പുറത്ത് നിന്ന് പറഞ്ഞോട്ടെ ഇതൊക്കെ നോർമലാണ്, പക്ഷേ അല്ല. അല്ലെങ്കിൽ നമുക്ക് പറയുവാൻ പറ്റണോ, അല്ലെങ്കിൽ ഇതൊന്നും യൂഷ്വലി നടക്കുന്ന കാര്യമല്ല എൻ്റെ ജീവിതത്തിൽ നടന്നത്. എൻ്റെ അപ്പൻ എഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എനിക്ക് വേണ്ടി ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഇത് നടക്കത്തില്ലായിരുന്നു. ഇതിനും അപ്പുറം പല കഷ്ടതകൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നേനെ അല്ലേ. പക്ഷേ എനിക്ക് വേണ്ടി സ്വർഗം തുറന്നതുകൊണ്ടാ, ദൈവത്തിന്റെ സന്ദർശനം ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം എൻ്റെ റൂമിനകത്ത് ഇറങ്ങിയത് കൊണ്ടാ ദൈവപ്രവൃത്തി നടന്നത്. ഹല്ലേലൂയ. നമുക്ക് പറയുവാൻ കഴിയും. കാരണം എന്താ, നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചവരല്ലേ. ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച ദൈവ പൈതൽ ഇന്ന് രാത്രികാലം പറയുവാൻ കഴിയോ, നിന്ദിക്കുന്നവരുടെ മുമ്പിൽ അല്ലെങ്കിൽ നിന്ദിച്ചോട്ടെ അവരുടെ മുമ്പിൽ പറയുവാൻ കഴിയോ, ആരൊക്കെ നിന്ദിച്ചാലും നിന്നയെ ഹല്ലേലൂയ മാറ്റുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിന്ന ഉരുട്ടി മാറ്റി കളയുന്നൊരു ദൈവമാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് രക്തത്താൽ അവിടുന്ന് ജയമെടുക്കുന്നു. ഇന്ന് രാത്രികാലം എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിന്നയെ എൻ്റെ കർത്താവ് ഉരുട്ടി മാറ്റും. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഓ രക്തത്താൽ ജയമെടുക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഈ മീറ്റിങ്ങിനകത്ത് ഇറങ്ങട്ടെ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന അവധി കാലം അല്ലെങ്കിൽ അവധി സമയത്ത് നമ്മൾ ദൈവസന്നിധിയിൽ താണിരിക്കണം. അല്ലെങ്കിൽ എത്രത്തോളം ദൈവസന്നിധി താഴാമോ അത്രത്തോളം താണിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി ബെഥാനിയില് ഹല്ലേലൂയ ലാസറിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടത് മനുഷ്യർ പറഞ്ഞ ഡേറ്റിലും ദിവസത്തിലും അല്ല. ഹല്ലേലൂയ. ദൈവം വന്നത് ആരും ചിന്തിക്കാത്ത അവസ്ഥയില. തന്റെ ശിഷ്യന്മാര് പോലും പറഞ്ഞല്ലേ കൂടെ മരിക്കാം, നമുക്കും പാന്നല്ലേ, അവരും പറഞ്ഞ് പോവാ നമുക്കൂടെ അങ്ങ് മരിക്കാന്ന്. അവരുടെയും വിശ്വാസം അത്രേ ഉള്ളായിരുന്നല്ലേ. കൂടെ നടന്നിട്ട് പോലും തിരിച്ചറിഞ്ഞില്ല അത് ആരാന്നുള്ളതല്ലേ. ദൈവത്തിന്റെ മഹത്വം പലപ്പോഴും ശിഷ്യന്മാർക്ക് പോലും എന്താ ആ കാലഘട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലല്ലേ. പക്ഷെ ഓരോ നിമിഷവും ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കാണുമ്പോൾ എന്താ അവരുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു അല്ലേ. ഇതൊരു ദൈവപുത്രനാ. ഹല്ലേലൂയ. വീണ്ടും അവർ അനുഭവത്തിൽ കൂടെ, അവരുടെ ജീവിത അനുഭവത്തിൽ കൂടെ വീണ്ടും വീണ്ടും വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, നാറ്റം വെച്ച വിഷയത്തിനകത്ത് ആ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങുന്നത്. ഹല്ലേലൂയ. ഇന്നിപ്പോ രാത്രികാലം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാ നിന്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ നോർമലായ ഒരു വിഷയത്തില് ഹല്ലേലൂയ ഇടപെടുന്നതിനേക്കാൾ അപ്പുറമായി നിന്റെ ജീവിതത്തില് ഹല്ലേലൂയ ദൈവനാമം മഹത്വപ്പെടണമെങ്കിൽ നാറ്റം വെച്ച വിഷയം ഹല്ലേലൂയ ഇനി ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ കല്ലുകൾ എടുത്ത് മൂടിവെച്ച ചില വിഷയത്തിനകത്ത് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുകയാ. ഹല്ലേലൂയ. ആ അവധി
കാലം കാത്തിരുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, സാറയെ സന്ദർശിച്ചതുപോലെ ഹല്ലേലൂയ വാഗ്ദത്തം പറഞ്ഞ ദൈവം പിറ്റേ ആണ്ടിൽ ആ ഭവനത്തിനകത്ത് ഇറങ്ങി സാറയെ അടുത്തടുത്ത് വന്നു. ഹല്ലേലൂയ, അവൾ ദൈവത്തിന്റെ വാഗ്ദത്തം അവിടെ ഉദരത്തിൽ റിസീവ് ചെയ്തു. ഇന്ന് രാത്രി കാലം ആ വാഗ്ദത്തത്തെ എത്ര പേർ റിസീവ് ചെയ്യുന്നു? ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുകയെന്ന് രാത്രികാലം ചില മറുപടികളുമായി ഹല്ലേലൂയ, ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി, അല്ലെങ്കിൽ നിന്നയ്ക്കുള്ള മറുപടിയുമായി, നിന്റെ നിന്നയെ ഉരുട്ടി മാറ്റാൻ 4-ാം നാൾ കർത്താവ് ഇറങ്ങി വന്നിരിക്കുക. ഇന്ന് 3-ാം ദിവസം പ്രാർത്ഥനയോടെ ഉപവാസത്തോടിരിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ഹല്ലേലൂയ, നാറ്റം വെച്ച വിഷയത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി. ഹല്ലേലൂയ, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ, കല്ലറ തുറന്നു. ഹല്ലേലൂയ, കെട്ടപ്പെട്ടവനെ പുറത്തിറക്കി കർത്താവ്. ഹല്ലേലൂയ, ഒരു നാളോ ഹല്ലേലൂയ നിന്നെ കെട്ടിവെക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിന്നെ കെട്ടിവെച്ചവനെ കൊണ്ട് തന്നെ ആ കെട്ടുകൾ അഴിപ്പിച്ച് കർത്താവ് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം നമ്മൾ ഈ മീറ്റിങ്ങിനകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ പൈതലെ, ഉറപ്പോടെ പറ, ഹല്ലേലൂയ, സാറയെ സന്ദർശിച്ച ദൈവം ഇന്ന് രാത്രികാലം എന്നെയും സന്ദർശിക്കുക. എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ഇന്ന് രാത്രികാലം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അവിടെ ഞങ്ങൾ വിശ്വസിക്കുക. ഇന്ന് രാത്രികാലം അത്ഭുതത്തിന്റെ കരം ഇന്ന് രാത്രികാലം വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ഇന്ന് ഹല്ലേലൂയ രാത്രികാലം നിങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഭാരത്തോടെ പ്രയാസത്തോടായിരിക്കുന്ന ദൈവ പൈതലെ, ഹല്ലേലൂയ, ജീവിതത്തിനകത്തെ ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഹല്ലേലൂയ നിങ്ങളോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം ഹല്ലേലൂയ പിറ്റേ ആണ്ടിൽ ഹല്ലേലൂയ ഈ സമയത്ത് നിന്റെ ഉദരം അതിന്റെ പുറപ്പെടുവിക്കുന്ന സാക്ഷ്യമാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങുകയാ. ഹല്ലേലൂയ, വാഗ്ദത്തവുമായി ഒരു പൂർത്തീകരണവുമായി ഇന്ന് രാത്രികാലം ഹല്ലേലൂയ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങുകയാ. ഹല്ലേലൂയ, കർത്താവ് ഭവനത്തിനകത്ത് ഇറങ്ങിയാൽ നിന്റെ വിഷയത്തിനകത്ത് മറുപടിയാ. ഹല്ലേലൂയ, പിന്നെ ചോദിക്കുന്നവരുടെ മുമ്പിൽ തല കുനിക്കണ്ട. ഇന്ന് രാത്രികാലം നിന്റെ കുനിച്ച തലയെ കർത്താവ് നിവർത്തുകയാ. ഉടകാരകന പ്രൗഢരം ധരാജകന രീതൽ പ്രൗഢരാധന അസ്തലേ രഗല ധരേജകന റംദൽ പ്രൗഢരം ധരാജകന രീതൽ പ്രൗഢര. അല്ലെങ്കിൽ നിന്നെ ഇന്ന് രാത്രികാലം കർത്താവ് എടുത്തു മാറ്റുകയാ. കുനിഞ്ഞ തലകളെ കർത്താവ് ഇന്ന് രാത്രികാലം നിവർത്തുകയാ. ഹല്ലേലൂയ, രക്തത്താൽ ജയമെടുക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അവധി, ഹല്ലേലൂയ, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുക. അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം കർത്താവ് ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയുക, ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഭാരപ്പെടരുത്. ഹല്ലേലൂയ, അത് വൈകിയാലും വരും നിശ്ചയം. ഹല്ലേലൂയ, അതെന്താ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക ദൈവമക്കളെ, അതിന്റെ പൂർത്തീകരണം അല്ലെ. ബന്ധപ്പെടുന്ന എന്താ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി എന്താ ബന്ധപ്പെട്ട് ഓടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വെപ്രാളപ്പെട്ട് അല്ലെ, അങ്ങനെ ഒരു മീനിങ്. ബന്ധപ്പെട്ട് ഓടുക എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പൂർത്തീകരണ സമയമാകുമ്പോൾ എന്താ വളരെ ഫാസ്റ്റായിട്ട് അതിനുള്ള പ്രവർത്തികൾ വളരെ ഫാസ്റ്റായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുക. എന്നാ അവിടെ ചില പ്രവർത്തികൾ ദൈവഹിതം പോലെ ചില പദ്ധതികൾ വെളിപ്പെടണമെങ്കിൽ ഹല്ലേലൂയ ദൈവഹിതം അവിടെ നിറവേറണമെങ്കിൽ ചിലതെന്താ ക്രമീകരിക്കപ്പെട്ട് അവിടെ എന്താ എല്ലാ മേഖലകളും കർത്താവ് എന്താ ഒരു ചോദ്യവും ആരും ചോദിക്കാതെ വണ്ണേ ദൈവത്തിന്റെ വഴി തുറക്കൂ. ഹല്ലേലൂയ, ദൈവം ഒരു വഴി തുറന്ന പിന്നെ അതിനകത്തൊരു മനുഷ്യന് ചോദിക്കാൻ ഒന്നുമില്ല. ഹല്ലേലൂയ, എല്ലായിടവും അടച്ച് അല്ലെങ്കിൽ എല്ലാ കടവും ഹല്ലേലൂയ ഒരു വാഗ്ദത്തം നമ്മുടെ കയ്യിൽ ദൈവം പറഞ്ഞത് റിസീവ് ചെയ്യുമ്പോൾ അതിന്റെ മൂല്യം വലുതായിരിക്കും. ഹല്ലേലൂയ, ഒരു വ്യക്തി കാണുമ്പോൾ, ഒരു വ്യക്തി ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി എൻ്റെ ദൈവം തന്ന വാഗ്ദത്തത്തിന്റെ റിപ്ലൈ ആയത്. ഹല്ലേലൂയ, ഇത് പറയുമ്പോൾ അതിനകത്ത് നോക്കുന്നൊരു വ്യക്തിക്ക് പറയാൻ പറ്റും, വാവ് അല്ലേ എന്ന് പറയുന്ന രീതിയിൽ അത്ഭുതം, ഇതെന്തൊരു അത്ഭുതമായെന്ന് പറയുന്ന രീതിയിൽ. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവമക്കളെ നമ്മളോട് കർത്താവ് ഇടപെടുന്ന വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, വാഗ്ദത്തത്തിന് എന്താ, ഹല്ലേലൂയ ദർശനത്തിന് എന്താ ഒരു അവധി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അതെന്താ, സമയം തെറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, സാറയോട് പറഞ്ഞ സമയം തെറ്റിയില്ല. പിറ്റേ ആണ്ടിൽ അവിടെ സന്ദർശനം നടന്നു. ഹല്ലേലൂയ, അതെന്താ, അതിനായി കാത്തിരിക്കാനാ കർത്താവ് പറഞ്ഞതല്ലേ. ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മ നമ്മളോട് പറയുക,
കാത്തിരിക്ക്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഒന്ന് കാത്തിരിക്ക്. ഞാൻ പറഞ്ഞൊരു അവധി കാലഘട്ടം ശത്രു പലതും കൊണ്ടുവരും. പക്ഷെ അതിനൊന്നും നമ്മൾ കീഴ്പ്പെട്ടു പോകരുത്. അല്ലെങ്കിൽ പല ടേണിംഗ് പോയിന്റുകൾ, വഴികൾ തിരിച്ചുവിടാൻ, ഹല്ലേലൂയ, ആ കാലഘട്ടത്തിനകത്ത് വഴികൾ തിരിച്ചുവിടാൻ പലതും ശത്രു കൊണ്ടുവരും. പക്ഷേ അത് വ്യക്തമായി മനസ്സിലാക്കണം, അതിനെ വിവേചിച്ചറിയണം. ആര് കൊണ്ടുവരുന്ന വഴിയാണെന്ന് വിവേചിച്ചറിയണം. ദിവസങ്ങളിൽ ചില വിവേചന വരം, അല്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് നേടിയെടുക്കണം. അത് അല്ലെങ്കിൽ ഇതുവരെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ കർത്താവെ ചിലതിനെ വിവേചിച്ചറിയാൻ, ശത്രു കൊണ്ടുവരുന്ന പദ്ധതികളെ വിവേചിച്ചറിയാൻ എനിക്കൊരു കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ദൈവം അതിനുള്ള കൃപ പകരും. അല്ലെങ്കിൽ ഇന്ന് രാത്രി കാലം അല്ലെങ്കിൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ പാദപീഠത്തില് വചനം ഇങ്ങനെ ഒന്നുകൂടെ പറയുന്നു, ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും വരും നിശ്ചയം, താമസിക്കത്തില്ല. ഹല്ലേലൂയ. അതിനകത്ത് പറഞ്ഞു വൈകിയാലും വരും നിശ്ചയം എന്ന് പറഞ്ഞു. ഇൻ കേസ് അല്ലെ, കർത്താവ് അതാ പറഞ്ഞു, വൈകിയാലും. ഹല്ലേലൂയ. എന്നാലും ഇപ്പുറത്ത് പറയുന്നു എന്താ, താമസിക്കത്തില്ലെന്ന്. ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരുപാട് നാളായില്ലേ ആ പ്രാർത്ഥന വാഗ്ദത്തം കേട്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇന്ന് രാത്രികാലം പറയുന്നു, താമസിക്കത്തില്ല, താമസിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്ര വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു. എന്നോടും കൂടെ കർത്താവ് സംസാരിക്കുന്നത്, താമസിക്കത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സമയം അടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഉറപ്പോടെ ഹല്ലേലൂയ, ആ പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത് സാറയെ സന്ദർശിച്ച ദൈവം പിറ്റേ ആണ്ടിൽ ആ ഭവനത്തിനകത്ത് സാറയെ സന്ദർശിച്ചു. ഉദരത്തിനകത്ത് ഇസഹാക്ക് എന്ന് പറയുന്ന വാഗ്ദത്തം അവിടെ ഉരുവിട്ടു. ഹല്ലേലൂയ. വാഗ്ദത്ത സന്തതി 25 വർഷത്തെ കാത്തിരിപ്പ് അവിടെ പ്രാപിച്ചു. ഹല്ലേലൂയ. വെറും ഒരു സന്തതിയല്ല, വാഗ്ദത്ത സന്തതി അല്ലേ. ദൈവം പറഞ്ഞ വാഗ്ദത്തം ഹല്ലേലൂയ കാത്തിരുന്ന് പ്രാപിക്കുമ്പോൾ അതിനൊരു മഹത്വം ഉണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് രാത്രികാലം മഹത്വം ഒന്ന് റിസീവ് ചെയ്യാൻ നമ്മൾ എത്ര പേര് തയ്യാറാ? ദൈവസന്നിധിയിൽ വചനത്തിനകത്തൊന്ന് താഴ്ത്തി കൊടുക്കാം. ഹല്ലേലൂയ. ഒരല്പസമയം ദൈവസന്നിധിയിൽ ഒന്ന് താഴ്ത്തി കൊടുക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഹല്ലേലൂയ, ദൈവം പറഞ്ഞ വാഗ്ദത്തം അത് ഞങ്ങൾ ഇന്ന് രാത്രികാലം റിസീവ് ചെയ്യുക. കർത്താവേ, ആ അവധിക്കാലം ഹല്ലേലൂയ ഞങ്ങൾ എന്താ ഉറപ്പോടെ ദൈവസന്നിധി ഒന്ന് കാത്തിരിക്കുക. അത്ഭുതം വെളിപ്പെടുന്ന രാത്രികാലമായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയപ്പാ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് രാത്രികാലം തലവണക്കേരിയുന്ന ദൈവമക്കളുടെ മധ്യത്തില് അത്ഭുതങ്ങളുടെ വാതിലുകൾ അപ്പൻ തുറക്കുന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. എന്റെ കർത്താവേ, അങ്ങ് വെച്ചിരിക്കുന്ന അവധിക്കകത്ത് ഞങ്ങൾ കാത്തിരിക്കുമപ്പാ. ഹല്ലേലൂയ. ശത്രു പലപ്പോഴും ഞങ്ങളെ ഒതുക്കി കളയുവാൻ, ഞങ്ങളുടെ ലക്ഷ്യത്തെ തെറ്റിച്ചു കളയുവാൻ ഞങ്ങളുടെ പല പ്ലാനുകളും പദ്ധതികളും ഞങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരും. പക്ഷെ അതിനകത്തൊന്നും ഹല്ലേലൂയ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഈ ജനത്തിന്റെ മധ്യത്തെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടട്ടപ്പാ. ഹല്ലേലൂയ. വാഗ്ദത്തം താമസിക്കത്തില്ല. ഇന്ന് രാത്രികാലം വാഗ്ദത്തം കേട്ടിട്ട് കണ്ണുനീരോടിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ വാഗ്ദത്തം താമസിക്കത്തില്ല. യേശുവിന്റെ നാമത്തില് അത് വരും നിശ്ചയമെന്ന് ഹല്ലേലൂയ ദൈവം ഇന്ന് രാത്രികാലം ഉറപ്പോടെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി സംസാരിക്കുക. ആ വാഗ്ദത്തം വരും നിശ്ചയം, നിശ്ചയം. ഹല്ലേലൂയ. ഉറപ്പോടെ പറയുവാൻ കഴിയുന്നത് സ്വർഗത്തിന് മാത്രമേ പറയുവാൻ കഴിയൂ. അല്ലെങ്കിൽ ഒരു മനുഷ്യനും നിന്നിലൂടെ അല്ലെങ്കിൽ ഞാൻ തരാം, നിന്നെ വിടുവിക്കാൻ ഉറപ്പാന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല. അവരൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ വിട്ടിട്ട് പോകും. പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വാഗ്ദത്തം തരും നിശ്ചയം. ഹല്ലേലൂയ. കർത്താവെ, ഏൽപ്പിച്ചു തരുന്നപ്പാ, വചനത്തിന്റെ മധ്യത്തിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കർത്താവ് ഇടപെട്ടതിനായി സ്തോത്രം. അത്ഭുതത്തിന്റെ കരം കർത്താവ് തുറന്നതിനായി സ്തോത്രം കർത്താവെ. അവധി സമയം കാത്തിരിക്കാനുള്ളൊരു കൃപ ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് പകരപ്പെടുമറങ്ങണമേ. ഒരു അഡ്ജസ്റ്റ്മെന്റിനോ ഹല്ലേലൂയ കർത്താവ്, ഒരു കോംപ്രമൈസിനോ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ അനുവദിക്കല്ലേ കർത്താവെ. ശത്രുവിന്റെ പദ്ധതികളിൽ നിന്ന് ജയിക്കുവാനുള്ളൊരു കൃപ ഞങ്ങളുടെ മേൽ പകരുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന അപ്പ, ഈ വചനം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം അപ്പ. ഇന്ന് രാത്രികാലം അനേകരുടെ വിഷയത്തിനകത്ത് മറുപടിയുമായി ഇന്ന് രാത്രികാലം ദൂതൻ ഇറങ്ങിയതിനായി സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ, പൂർണ്ണമായി ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ടതിനായി സ്തോത്രം. അത്ഭുതത്തിന്റെ കരം ഇന്ന് രാത്രികാലം വെളിപ്പെട്ടതിനായി സ്തോത്രം. ദൂതൻ ഇറങ്ങിയതിനായി സ്തോത്രം കർത്താവേ. അല്ലെങ്കിൽ ഒരു സന്ദർശന ദിവസം ഇന്ന് രാത്രികാലം, അല്ലെങ്കിൽ ഒരു സന്ദർശന രാത്രികാലമായിരിക്കാൻ സ്തോത്രം. അനേകരുടെ ഭവനത്തിനകത്ത് ഉടകാരകന പ്രൗഢരം ധരാജകന റംദ പ്രൗഢര, അനേകരുടെ ജീവിതത്തിലെ വിഷയത്തിനകത്ത് കർത്താവ് ഇന്ന് രാത്രികാലം സന്ദർശിക്കുക. ഒരു സന്ദർശനത്തിന്റെ രാത്രികാലമായിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് രക്തത്താൽ ജയമെടുക്കുന്നപ്പ. ഹല്ലേലൂയ. റിഗന ശബര പ്രൗഢരം
ധരാജകന റീതൽ പ്രൗഢര ഉടകന രാതലവലവ ശന്തൽ പ്രൗഢരം ധരാജകന റംദ പ്രൗഢര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിടുന്ന് ഹല്ലേലൂയ റിഗന ശബര പ്രൗഢരം ധരാജകന റീതൽ പ്രൗഢരാധന. കർത്താവേ, ഇന്ന് രാത്രി കാലം അനേകരുടെ ജീവിതത്തിനകത്ത് ഇതിനകത്തിരുന്ന് ഭാരത്തോടെ പ്രയാസത്തോടെ കണ്ണുനീരൊഴുക്കി വിശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ വ്യതിചലിച്ചു പോകാതെ കർത്താവ് എന്തു വന്നാലും ഞാൻ പിന്നോട്ട് പോകയില്ല എന്ന് പറയുന്ന ചില വ്യക്തി ജീവിതങ്ങളുടെ മധ്യത്തിൽ ഇന്നു രാത്രികാലം ഹല്ലേലൂയ ദൈവം സന്ദർശിക്കുക. നിന്റെ വിഷയത്തിനകത്ത് കർത്താവ് സന്ദർശിക്കുക, ഇറങ്ങുകയാ. ഓറാഖാമാന പ്രൗഢരം ദരാജകന റംദ പ്രൗഢര. കർത്താവെ, വചനത്തിനകത്ത് താഴ്ത്തിയേൽപ്പിക്കുന്ന കർത്താവെ, കർത്താവെ സകല മാനവും മഹത്വവും എല്ലാം പൊന്നപ്പച്ചന്റെ കാൽക്കൽ സമർപ്പിക്കുന്ന കർത്താവെ, അത്ഭുതത്തിന്റെ വഴി കർത്താവെ തുറന്നതിനായി സ്തോത്രം. കർത്താവെ താഴ്ത്തി ഏൽപ്പിക്കുന്നപ്പ, സകല മാനവും മഹത്വം ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം. കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറപ്പോടായിരിക്കാം, കർത്താവ് ഒരു അവധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് താമസിക്കത്തില്ല. അത് വൈകിയാലും വരും, നിശ്ചയം താമസിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഉറപ്പോടെ പറഞ്ഞു, എന്റെ വാഗ്ദത്തം താമസിക്കത്തില്ല, വരും. ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഹല്ലേലൂയ അത് പ്രാപിക്കും. ആ വിഷയത്തിനകത്ത് ഇന്ന് രാത്രികാലം എന്റെ കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രികാലം, നമ്മുടെ ഭവനത്തിനകത്ത്, നമ്മുടെ വിഷയത്തിനകത്ത് കർത്താവ് ഇറങ്ങിക്കഴിഞ്ഞു. ആ സന്ദർശനം നടന്നു കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. വിശ്വാസത്തോടെ പ്രത്യാശയോടെ ആയിരിക്കുന്നിടങ്ങളിലൊക്കെ കർത്താവ് എല്ലാവരെയും മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവ് അടിയനെ ഓർത്തും ശുശ്രൂഷകളെ ഓർത്തും പിന്നെയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ നിരുന്നോളുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.